നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വിശ്വാസം, സുരക്ഷ, വികസനം, ഈ മൂന്ന് വാക്കുകളെ ആയുധമാക്കി മോദി കേരളത്തിൽ. ലക്ഷ്യം തുറന്നു പറഞ്ഞു. നിയമസഭയിൽ മാറ്റം. തിരുവനന്തപുരം പിടിച്ചതുപോലെ കേരളവും പിടിക്കും എന്ന പ്രഖ്യാപനം. സ്വർണ്ണക്കൊള്ള വിവാദം കത്തുമ്പോൾ മോദിയുടെ ഗ്യാരണ്ടി നേരെ വിശ്വാസികളിലേക്ക്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരെ അകത്തിടും. ഇത് വാഗ്ദാനമോ രാഷ്ട്രീയ ചൂണ്ടുവിരലോ? കേരളം ഇനി നിർണായക ഘട്ടത്തിൽ. സ്വർണ്ണക്കൊള്ള കത്തുന്നു. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ മോദിയുടെ ഗ്യാരണ്ടി ഇടിമുഴക്കം പോലെ. സ്വർണ്ണക്കൊള്ളക്കാർ അകത്തു പോകും. ഡബിൾ എഞ്ചിൻ കേരളത്തിൽ ഓടിക്കാനാണ് മോദിയുടെ വരവ്. പക്ഷേ ചോദ്യം, എഞ്ചിൻ ഓടാനുള്ള തടസ്സങ്ങൾ മറികടക്കാൻ BJPക്ക് എങ്ങനെ കഴിയും? ഡൽഹിയിൽ അധികാരം, സംസ്ഥാനങ്ങളിൽ അധികാരം പിടിക്കൽ. ഇതാണ് ഡബിൾ എഞ്ചിൻ ഫോർമുല. ഘടകകക്ഷികളുടെ എണ്ണം കൂട്ടിയാലും ഇടതു വലതു മുന്നണികൾക്ക് മുകളിൽ വികസന പക്ഷത്തിന് ഇടം നേടാൻ ആകുന്നതെങ്ങനെ? തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതു വലതു മുന്നണികൾ മത്സരിച്ച് വർഗീയത പറയുമ്പോൾ വിശ്വാസ സുരക്ഷിത വികസന കേരളത്തിന് ഇടം കിട്ടുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റോഡ് ഷോയോടെയാണ് പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പ്രധാനമന്ത്രി എത്തിയത്. അവിടെയാണ് പ്രധാനമന്ത്രി പങ്കെടുത്ത രണ്ട് ചടങ്ങുകൾ നടന്നത്. ഒന്ന്, അമൃത് ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടനമായിരുന്നു. രണ്ട്, BJPയുടെ സമ്മേളനവുമായിരുന്നു. തിരുവനന്തപുരം മേയറെ അഭിനന്ദിക്കുന്ന ചടങ്ങ്, അതിനുശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യൽ. അതിലാണ് കേരളം മാറാത്തത് മാറും എന്നുള്ള പ്രഖ്യാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. ലക്ഷ്യം ഒന്ന് തന്നെ, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതിനുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് BJP കടന്നു കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവും പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനവും. സ്വർണ്ണക്കൊള്ളക്കാരെ അകത്തിടും എന്നുള്ള പ്രഖ്യാപനവും പ്രധാനമന്ത്രി നടത്തി. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആദ്യം കേൾക്കാം. राजीव चंद्रशेखर जी उनका स्वागत कर रहे हैं। भगवान अयप्पा के प्रति पूरे देश के लोगों की, हम सबकी अगाध आस्था है। लेकिन LDF सरकार ने सबरीमला मंदिर की परंपराओं को नुकसान पहुंचाने में कोई कसर नहीं छोड़ी है। अब यहां गोल्ड के चोरी होने की खबरें आ रही है। मंदिर में से, भगवान के पास से गोल्ड की चोरी, सोने की चोरी। मैं एक बात स्पष्ट कहना चाहता हूं, यहां BJP सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी। और ये मोदी की गारंटी है। കേരളത്തിനായി മോദിയുടെ ഗ്യാരണ്ടി പ്രഖ്യാപനവും ഈ സമ്മേളനത്തിൽ ഉണ്ടായി. ശ്രീ MS വേണുഗോപാൽ, ശ്രീ TP ജയചന്ദ്രൻ, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ CK ഷാക്കിർ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ MS വേണുഗോപാൽ. ഇത് പലതവണയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപും കേരളത്തിൽ വന്ന് സമാന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നതാണ്. അതിനും അപ്പുറത്തായിട്ട് എന്ത് മാറ്റം ഉണ്ടാക്കാനാണ് BJPയുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ വരവ്? കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അല്ലേ? അല്ല, ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ നരേന്ദ്രമോദി ഇവിടെ വന്ന് രണ്ട് കാര്യങ്ങളിലാണ്, പ്രധാനമായ രണ്ട് പരിപാടികളിലാണ് പങ്കെടുത്തത്. ഒന്ന്, റെയിൽവേ വികസനത്തിൻ്റെ ഭാഗമായി 3 ട്രെയിനുകൾ കേരളത്തിന് സമ്മാനിച്ചു. ഏതാണ്ട് ഒരാഴ്ച മുമ്പ് കേരളത്തിൽ തന്നെ പറഞ്ഞിരുന്നത് മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ട്രെയിൻ കൊടുക്കുന്നു, നമുക്ക് ട്രെയിനില്ല എന്നാണ്. ഇപ്പം നരേന്ദ്രമോദി ഇവിടെ വന്ന് 2 പ്രധാനപ്പെട്ട ട്രെയിനുകൾ സൗത്ത് ഇന്ത്യ മുഴുവൻ, നമുക്ക് സൗത്ത് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ കഴിയുന്ന വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ സുഗമമായ യാത്രയ്ക്ക് പറ്റുന്ന 2 ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. പിന്നെ ഒരെണ്ണം പാസഞ്ചറാണ്. അത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയി വരുന്നതിനും മറ്റും സൗകര്യം തരുന്ന വിധത്തിലുമാണ്. ആ ചടങ്ങിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത് കേരളത്തിൽ വികസനം നടപ്പിലാക്കുന്നതിന് കേന്ദ്രം ശ്രമിച്ചപ്പോഴൊക്കെ വേണ്ട വിധത്തിലുള്ള സഹകരണം കിട്ടിയിട്ടില്ല എന്നുകൂടിയാണ്. അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ ഈ അവസാനത്തെ പ്രോജക്റ്റായ PM ശ്രീയിൽ ഒപ്പിട്ടതിന് ശേഷമുള്ള ആ പ്രോജക്റ്റിൽ പോലും കേരളം പങ്കെടുത്തിട്ടില്ല, വേണ്ട രീതിയിൽ ഇവിടുത്തെ കുട്ടികൾക്ക് വികസനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം അദ്ദേഹം പറയുകയുണ്ടായി 5 ലക്ഷം രൂപ ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്ന പദ്ധതിക്ക് കേരളം ഇതുവരെ സഹകരിച്ചിട്ടില്ല. 4 കോടി വീടുകൾ ഞങ്ങൾ വെച്ചു കൊടുത്തു. അതിൽ അധികവും കേരളത്തിൽ 25 ലക്ഷത്തിലധികം വീടുകൾ വെച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെയാണ് അത്തരം പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കിയത്. 1 കോടിയോളം വീടുകൾ വെച്ചത് നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ്. തിരുവനന്തപുരം ഒരു സ്റ്റാർട്ടപ്പ് നഗരമാക്കി മാറ്റും, വികസിത നഗരമാക്കി മാറ്റും. വികസിത ഭാരതത്തിൻ്റെ ഭാഗമായി വികസിത നഗരവും വികസിത കേരളവും ഉണ്ടാവണം. അതിനായി കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഇടത് വലത്, പിന്നീട് അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയ വേദിയിലേക്കാണ് പോയത്. അവിടെ അദ്ദേഹം പറഞ്ഞത് ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം ഒത്തുകളിക്കുന്ന ഒരു വേദിയായി കേരളം മാറിയിരുന്നു. 68 വർഷമായി നിങ്ങൾ ഈ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മാറാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്നാണ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടിൽ, വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് ഇന്ത്യ പോയ ഈ നൂറ്റാണ്ടിൽ കേരളം ഒരുപാട് പിന്നിലാണ്. 25 വർഷം നിങ്ങൾക്ക് പാഴായി. ഇനിയുള്ള 25 വർഷമെങ്കിലും, അതായത് വികസിത ഭാരത് എന്ന് പറയുന്ന ആ 25 വർഷത്തിലേക്ക് നീങ്ങുമ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും ബുദ്ധിപൂർവ്വം ചിന്തിച്ച് NDA പോലുള്ള ഒരു മുന്നണിക്ക് വിജയം നൽകിയില്ലെങ്കിൽ ഇവിടെ മറ്റൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. മുമ്പ് ഇടത് വലത് കക്ഷികൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന അഴിമതി, ദുർഭരണം, നിരുത്തരവാദിത്തം, വർഗീയത, ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത്. ഇതോടൊപ്പം നഗരവികസനത്തിന്, തിരുവനന്തപുരത്തെ ഒരു മനോഹര നഗരമാക്കി മാറ്റുന്നതിന് തങ്ങൾക്കാവുന്നതെല്ലാം ചെയ്യാമെന്നതിനപ്പുറം അദ്ദേഹം മറ്റൊന്നും പറഞ്ഞില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 270ഓളം കോർപ്പറേഷനുകൾ ഉള്ള ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു നഗരത്തിൽ മാത്രം വന്ന് ഒരു വൻ പദ്ധതി പറയുന്നത് ഓക്വേർഡായിരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. 1987 ഞങ്ങൾ ഗുജറാത്തിൽ അഹമ്മദ് നഗറിൽ എങ്ങനെയാണോ വിജയം, അഹമ്മദാബാദിൽ കോർപ്പറേഷനിൽ എങ്ങനെയാണോ വിജയം നേടിയത്, അതുപോലെ തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്ന വിജയം, ഞങ്ങൾ നിരന്തരം തോറ്റുകൊണ്ടിരുന്ന ഗുജറാത്തിൽ പിന്നീട് വിജയങ്ങളുണ്ടായി, അതുപോലെ വിജയങ്ങളുണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതിനുള്ള ഒരു വേദി കൂടിയായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്. അതായത് വികസന കേരളത്തിൽ ഊന്നിയുള്ള സംസാരമായിരുന്നു പ്രധാനമന്ത്രിയുടെ. CK ഷാക്കിർ, ഇവിടെ വികസനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് BJP നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതായത് വർഗീയത പറയുന്നില്ല എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ വർഗീയത പറയുന്നത് LDFും UDFും എന്നുള്ള ഒരു സാഹചര്യം പോലും ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടല്ലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വർഗീയത ഏറ്റവും കൂടുതൽ പറയുന്നത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ന് ഒരു വർഗീയ വിഷം ചീറ്റുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ വർഗീയത പറയുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗ്, മാവോവാദി കോൺഗ്രസ് എന്ന പേരും അദ്ദേഹം വിളിക്കുന്നു. മറുപടി അതായത് നിങ്ങൾ ഈ പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് 102-ാം സ്ഥാനത്താണ് ഇപ്പോൾ ലോക സൂചികയിൽ പട്ടിണിയിൽ എന്നുള്ളത് മിനിമം തിരിച്ചറിയണം. മലയാളികൾ പ്രബുദ്ധരാണ്. ഇവിടെ വന്ന് വലിയ വർത്തമാനങ്ങൾ പറഞ്ഞുപോയി അതെല്ലാവരും വിശ്വസിച്ച് കളയുമെന്ന് നിങ്ങൾ ദയവായി കരുതരുത്. 3.5 കോടി ജനങ്ങളിൽ RSS BJP പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ അത് വിശ്വസിക്കുമായിരിക്കും. അവർക്ക് ഈ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഗുജറാത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായി അവിടെ വംശീയതയും വർഗീയതയും വെറുപ്പും രാഷ്ട്രീയ വിപണിയിലിറക്കി അത് മുതലെടുത്ത് രാജ്യത്തെ പ്രധാനമന്ത്രിയായി കടന്നു വന്ന് ആ പ്രധാനമന്ത്രി ആയത് തന്നെ സാങ്കേതികമായി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും ജനാധിപത്യത്തെ അട്ടിമറിച്ച് വോട്ട് ചോരി നടത്തി അദ്ദേഹം പ്രധാനമന്ത്രിയായി തുടർന്ന് യഥാർത്ഥത്തിൽ ജനങ്ങൾ നൽകിയിട്ടുള്ള മാൻഡേറ്റ് അല്ല നമ്മൾ പ്രധാനമന്ത്രി എന്നുള്ളത് അംഗീകരിക്കുന്നു സാങ്കേതികമായി. ഞാൻ പറയട്ടെ,
തോൽക്കുന്ന ഞാൻ സ്ഥലങ്ങളിൽ പറയട്ടെ. വോട്ട് ചോരി അല്ല, ആരോപിക്കുന്ന മനുഷ്യ നിങ്ങൾ പറയട്ടെ. നിങ്ങൾ ജയിക്കുന്ന സ്ഥലങ്ങളിൽ വോട്ട് ചോരി നരേന്ദ്രമോദിയുടെ കൊണ്ടുവരുന്നുമില്ല. വക്താവല്ലേ? അപ്പോൾ പ്ലീസ്. അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ നരേന്ദ്രമോദിയുടെ വക്താവല്ലേ? എന്നെ പറയാൻ സമ്മതിക്കൂ. വോട്ട് ചോരി എന്നാലും തുടക്കത്തിൽ അല്ല, വോട്ട് തന്നെ ചോരി നിങ്ങൾ എന്തായാലും ഇപ്പോൾ തടസ്സപ്പെടുത്തരുത്. രാഹുൽ പോലും ഉന്നയിക്കുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായമല്ല ചോദിക്കുന്നത്. എന്റെ അഭിപ്രായമല്ല എന്നാൽ ചോദിക്കുന്നത്. കേരളത്തിൽ നിങ്ങൾ വോട്ട് ചോരി ഈ- നടന്നിട്ടുണ്ടോ എന്ന് അല്ല, താങ്കൾ ഈ പറയൂ. ന്യൂസ് കേരളത്തിൽ വോട്ട് ചോരി അല്ല, നടന്നിട്ടുണ്ടാവണമല്ലോ. ഉണ്ടല്ലോ ഉണ്ടോ? ഉണ്ടല്ലോ. തൃശ്ശൂരിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത്? സുരേഷ് ഗോപി നിങ്ങൾ കണ്ട് ഇപ്പൊ ഇവര് SIR കൊണ്ടുവന്നപ്പോ എത്ര ലക്ഷം വോട്ടർമാരെയാണ് തൃശ്ശൂരിൽ കള്ള വോട്ടർമാരെ കണ്ടെത്തിയിട്ടുള്ളത്? അത് കേരളത്തിലെ പിണറായി അല്ല, അങ്ങനെ വിജയൻ എവിടെ സർക്കാർ കണ്ടെത്തി? ഇവർക്ക് ജയിക്കാൻ അല്ലല്ലേ, ആവശ്യമായ SIR സൗകര്യം വന്നപ്പോൾ ചെയ്തു. കേരളത്തിലെ മുഴുവനായിട്ടാണ് ലക്ഷക്കണക്കിന് ഞാൻ പറയട്ടെ. വോട്ടർമാർ ഒഴിവാക്കേണ്ടി വന്നത്. മാത്രമായിട്ട് ഞാൻ നിർത്തേണ്ട പറയട്ടെ. കാര്യമില്ല. ഒരിടത്ത് മനുഷ്യ, മാത്രമല്ല അത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ- കേരളത്തിലെ നിങ്ങൾ 20 ഇപ്പോൾ സീറ്റ് തന്നെ നിങ്ങൾ ഈ ചർച്ചയുടെ അനുകൂലിക്കുകയാണ് വേണ്ടത് തുടക്കത്തിൽ കേരളത്തിൽ. തന്നെ അല്ലല്ല, തടസ്സപ്പെടുത്തല്ലേ? SIR-നെ കേരളത്തിൽ അല്ല, നിങ്ങൾ അനുകൂലിക്കുകയാണ് അല്ല, വേണ്ടത്. കാരണം അവിടെ ഞാൻ- നിങ്ങളുടെ വിജയം എന്നെ ഒന്ന് ഉറപ്പിക്കാൻ പറയാൻ ഒരു പരിധി വരെ SIR കാരണമാകും ശ്രീ CK ഷാക്കിർ. കാരണം അവിടെ ഇടതുപക്ഷം ചേർത്ത വോട്ടുകളാണ് കൂടുതലും നിങ്ങളൊന്ന് നീക്കം ചെയ്യപ്പെട്ട് എന്റെ പോയിട്ടുണ്ടാവുക. പ്രിയപ്പെട്ട മനുഷ്യരെ, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് ചർച്ചയുടെ നേതാക്കൾ SIR-നെ പറ്റി തുടക്കത്തിൽ തന്നെ നിങ്ങൾ- മിണ്ടാത്തത് കേരളത്തിൽ. നിങ്ങൾ പറയുന്നത് കേൾക്കാനാണ് എന്നെ വിളിച്ചത്. അതല്ല പറഞ്ഞോളൂ. എനിക്ക് പറയാൻ അവസരം തരി. അത് ഞാൻ പറയും. ഇപ്പം അദ്ദേഹം ശ്രീ MS വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹമാണ് പറഞ്ഞത് മനസ്സിലാക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പറയുന്ന ഇന്ന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞ വാചകങ്ങൾ അദ്ദേഹം കോൺഗ്രസിനെയോ മുസ്ലിം ലീഗിനെയോ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പക്ഷേ പിരിച്ചുവിട്ട് പോകലായിരുന്നു നല്ലത്. അദ്ദേഹം കോൺഗ്രസിനെയും മുസ്ലിം ലീഗ് വിമർശിച്ചതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ജനാധിപത്യ ദൗത്യവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ രാഷ്ട്രീയ ദൗത്യവും ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ളതൊരു തെളിവാണ്. RSSന്റെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തെ അതിസമ്പന്നരായ കുത്തകകൾക്ക് തീരെഴുതി കൊടുത്ത രാജ്യത്തെ പട്ടിണി പാവങ്ങളെ നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞു 102ാം സ്ഥാനത്താണ് ലോകത്ത് ഇന്ത്യയിൽ പട്ടിണിയിൽ. മാത്രമല്ല ഗുജറാത്തിനെയും നിങ്ങൾ കേരളത്തെയും കമ്പയർ ചെയ്തോ. ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇത്രയും കാലം കേരളം ഭരിച്ചിട്ട് നമ്മൾ സാക്ഷരതയിൽ ഒന്നാമതാണ്, പ്രാഥമിക വിദ്യാഭ്യാസം നമ്മൾ ഒന്നാമതാണ്, പ്രാഥമിക ആരോഗ്യത്തിൽ നമ്മൾ ഒന്നാമതാണ്. നിങ്ങൾ ഗുജറാത്തിലെ കിടക്കെടുത്തോ, അവിടെ ഇൻഡസ്ട്രിയൽ രംഗത്ത് അവർ ഒന്നാമതാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു. പ്രൈവറ്റ് വൽക്കരണത്തിലൊക്കെ ഒന്നാമതാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ കേരളമാണ് ഒന്നാമത്. നിങ്ങൾ കണക്കെടുത്ത് ഓരോന്നും പരിശോധിച്ചോ. നിങ്ങൾ അവിടുത്തെ ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിൽ സ്ഥിരമായി സഞ്ചരിക്കുന്നയാളാണ്. നിങ്ങൾ തന്നെയല്ലേ കുറച്ചു നാൾ മുമ്പ് നമ്മുടെ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒന്നാന്തരം ആരോഗ്യമന്ത്രിയാണെന്ന് നിങ്ങൾ സമ്മതിക്കണം. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് ഇടതുപക്ഷത്തിന്റെ ഗുണമല്ല. ഇത് നിങ്ങൾ കേൾക്ക്. ഇത് ഇന്നലെ പിണറായി വിജയന്റെ സർക്കാർ ഉണ്ടാക്കിയതല്ല. ഇത് കേരളം ഐക്യജനാധിപത്യ മുന്നണി ഉൾപ്പെടെ ഭരിച്ചു ഈ രീതിയിൽ പോകുന്നതിന്റെ ഒരു ഗുണമാണ്. നരേന്ദ്രമോദി പറഞ്ഞത് തെറ്റാണ്. കഴിഞ്ഞ 10 വർഷവും അതുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷവും അതുണ്ടായിട്ടുണ്ടെന്ന് താങ്കൾ സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ്? തെറ്റാണ്, അതും തെറ്റാണ്. കോവിഡ് കാലത്ത് നമുക്കറിയാമല്ലോ, കോവിഡ് പ്രതിരോധത്തിൽ കേരളം വളരെ പിറകിലാണ്. ഇന്ത്യയിൽ ചെറിയ 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു സംസ്ഥാനത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായത് 2ാം സ്ഥാനം കേരളമാണ്. ഏറ്റവും കോവിഡ് രോഗികൾ മരണപ്പെട്ടത് കേരളമാണ്. അത് വേറെ കാര്യം. പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചിട്ട് പിറകോട്ട് കൊണ്ടുപോകുന്നു കേരളത്തെ എന്നാണ്. ഞങ്ങൾ പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ ഒരുപാട് കാലം ഭരിച്ചിട്ടുണ്ട്. ആ ഭരിച്ചതിന്റെ പരിണിത ഫലമായിട്ട് നമ്മൾ ഒരുപാട് മേഖലകളിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴും സോഷ്യൽ ഡെവലപ്മെന്റിൽ നമ്മൾ വളരെ മുന്നിലാണ്. അവിടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിൽ ഗുജറാത്ത് മുമ്പിലാണ്. നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ ചേരി പ്രദേശങ്ങളുള്ള അവിടെയാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ, ഈ നരേന്ദ്രമോദി ഏതെങ്കിലും രീതിയിൽ ഇന്ത്യ രാജ്യത്തെ മറ്റ് രാജ്യങ്ങൾക്കിടയിൽ തലയെടുപ്പിനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാമായിരുന്നു. ഈ അടുത്ത കാലത്താണ് അമേരിക്കയിൽ നിന്ന് കുടിയേറ്റ നിയമം ലംഘിച്ചതിന് 200ഓളം പാവപ്പെട്ട ഭാരതപുത്രന്മാരെ കയ്യും കാലും കെട്ടി വിമാനത്തിൽ കയറ്റി ഇങ്ങോട്ട് വിട്ടത്. ഒന്ന് വാ തുറന്നൊന്ന് പ്രതിഷേധം അറിയിക്കാൻ പോലും ഈ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ല. നട്ടലില്ലാത്ത പ്രധാനമന്ത്രി. ആ നട്ടലില്ലാത്ത പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കുന്നു, മതപരമായി വേർതിരിക്കുന്നു, ജനാധിപത്യം അട്ടിമറിക്കുന്നു, നിയമങ്ങൾ അട്ടിമറിക്കുന്നു, രാഷ്ട്രീയ എതിരാളികളെ ജയിലിലടക്കുന്നു, അന്വേഷണ ഏജൻസികളെ BJPക്കും RSSക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. എന്നിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ബടായി വിടുകയാണ്. മനുഷ്യ നിങ്ങൾ നോക്ക്, 2021 നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്നിരുന്നു. അന്ന് ഇവർക്ക് ഒരു MLA ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി, MLAയും പോയി. അതല്ലേ സംഭവിച്ചത്? നേരത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ പലയിടങ്ങളിലും പ്രചാരണത്തിന് വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിന്റെ ഗുണം കിട്ടിയിട്ടില്ല BJPക്ക്. ഇപ്പോഴും അങ്ങനെയാകുമെന്നാണ് CK ഷാക്കിർ പറയുന്നത്. പക്ഷേ മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യമാണല്ലോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. മഞ്ജുഷേ,
ഞാൻ മനസ്സിലാക്കുന്നത് ഷക്കീർ ലീഗിന്റെ ദേശീയ നേതാവാണ്. 16 സംസ്ഥാനങ്ങളിലോ മറ്റോ അതെ 16ഓ 18ഓ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്ന വീമ്പൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഷക്കീറിനോട് പറയാനുള്ളത്, സംസാരിക്കുന്നതിലും ആ ഒരു നിലവാരമൊക്കെ നമുക്കാവാം. 18 സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്ന നിങ്ങൾ, ദേശീയ നേതാവായ നിങ്ങൾ, പഴയ നമ്മുടെ ആസറ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വർത്തമാന കാലഘട്ടത്തിലെ ഡാറ്റകളും നിലവിലുള്ള ഏജൻസികളുടെ വിശ്വാസ്യതയും ഒക്കെ നോക്കി പറയണം. ഞാൻ തുടങ്ങിയത് തന്നെ പട്ടിക സൂചികയുടെ കണക്ക് പറഞ്ഞുകൊണ്ടാണ്. ലീഗിന്റെ ദേശീയ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുന്നത്, ഏത് ഏജൻസിയുടേതാണ് സർ ഈ പട്ടിക? അവരുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിശ്വാസ്യത എന്താണ്? അവരുടെ സാമ്പിൾ സർവേ എന്താണ്? അവരുടെ പഠനത്തില് പാകിസ്ഥാൻ സ്ഥാനത്താണ്, ബംഗ്ലാദേശ് എത്ര സ്ഥാനത്താണ്, ശ്രീലങ്ക എത്ര സ്ഥാനത്താണ്? ഇവരെന്തെങ്കിലും മാതൃകതയുണ്ട്? അത് ലോക ബാങ്ക് അംഗീകരിച്ച ഏതെങ്കിലും ഏജൻസി പറയാം. ശ്രീലങ്ക 56-ാം സ്ഥാനത്താണ്, ബംഗ്ലാദേശ് 68-ാം സ്ഥാനത്താണ്, നേപ്പാൾ 86-ആണ്. അതായത് ദരിദ്ര രാജ്യങ്ങൾ പോലും നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അവസരം വരുമ്പോൾ പറഞ്ഞോളൂ, ഞാൻ കാര്യമില്ല. നിങ്ങൾ ഡാറ്റകൾ പരിശോധിച്ചോ? നിങ്ങൾ ഈ വിവരക്കേട് മുഴുവൻ പറഞ്ഞപ്പോ ഷക്കീറെ ഞാനൊരു അക്ഷരം ഉണ്ടാഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് വേണം എനിക്ക് മറുപടി അറിയാൻ. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എനിക്ക് മറുപടി പറഞ്ഞോളൂ. എന്റെ അവസരം വരുമ്പോ ഞാൻ നിങ്ങൾക്ക് കൃത്യം മറുപടി നൽകാം. ജനാധിപത്യത്തിൽ അതല്ലേ മര്യാദ. പിന്നെ നിങ്ങൾ പറഞ്ഞു മതപരമായി വേർതിരിക്കുന്നു. ആരാണ് മതപരമായി വേർതിരിക്കുന്നവർക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അല്ല സഹോദര, നിങ്ങളുടെ രാഷ്ട്രീയവും മതവും രണ്ടാണോ? 1906 ആഗാ ഖാൻ രൂപീകരിച്ച ലീഗിൽ നിന്നും വിഭിന്നമാണോ ഇന്നത്തെ മുസ്ലിം ലീഗ്? നിങ്ങൾ അവകാശപ്പെടുമോ? രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച മുസ്ലിം ലീഗിന്റെ തീരുമാനം തെറ്റാണ് എന്ന് ഈ ചാനലിൽ വന്ന് ഷക്കീർ പറയുമോ? കാസർഗോഡ് വെച്ച് നിങ്ങൾ ഉന്നത നേതാക്കന്മാർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ വെച്ച് അമ്പലനടയിൽ പച്ചയ്ക്ക് മുദ്രാവാക്യം വിളിച്ച പാർട്ടിയല്ലേ നിങ്ങൾ? കോഴിക്കോട്ട് വന്നിട്ട് നിങ്ങളുടെ വലിയ വലിയ നേതാക്കളിരിക്കുന്ന വേദിയിലല്ലേ വീണ എന്ന് പറയുന്ന സ്ത്രീയെ, റിയാസ് എന്ന് പറയുന്ന പുരുഷൻ കല്യാണം കഴിക്കുന്നത്? അവിടെ പേര് നോക്കി ഞാൻ നടക്കില്ല, അത് വിവാഹമല്ല, വ്യഭിചാരികമാണ് എന്ന് പറഞ്ഞത് നിങ്ങളാണോ? അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നത്? മതമാണ് 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 മതം തന്നെയാണ് പ്രശ്നം. അതിനപ്പുറം ഞങ്ങൾ ഒന്നുമില്ല പറഞ്ഞ നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ MLA കൂടെ നിങ്ങളാണോ ഇവിടെ വന്നിട്ട് കാതു നിൽക്കുന്ന? ഞങ്ങൾക്ക് ദേശീയ നേതാവായി ചോദ്യം, കേരളത്തിന്റെ പുറത്ത് എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം രക്ഷിക്കാമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വളരെ കൃത്യം ഇന്ന് കേരളത്തിലെയും 6ാമത്തെ മുഖ്യമന്ത്രി, 7ാമത്തെ മന്ത്രി, ഉപമുഖ്യമന്ത്രി, ഇതൊക്കെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല എന്ന് പറയുന്നവർ ദേവചേരി പേര് വന്നു മതേതരത്വത്തിന് നിങ്ങൾ ക്ലാസ് എടുക്കരുത് എന്ന് മാത്രമാണ് സർ നിങ്ങൾ ആമുഖമായിട്ട് പറയാൻ. കോൺഗ്രസ് ഓൺ ചെയ്യുന്നുണ്ടോ? കോൺഗ്രസ് പറയുന്നത് ഇതൊക്കെ തെറ്റാണ്. പിന്നെ നിങ്ങൾ അവർക്കൊരു വികാരമല്ലാതെ എടുക്കുന്നത്. ഇനി മനസ്സിലായി, നിങ്ങളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. പ്രധാനമന്ത്രി 2 പരിപാടികളിലാണ് തിരുവനന്തപുരം പങ്കെടുത്തത്. ഒന്ന് ഗവൺമെന്റിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന പരിപാടി, മറ്റൊന്ന് BJPയുടെ പ്രവർത്തകന്മാരുള്ള പരിപാടിയായിരുന്നു. BJP പ്രവർത്തകന്മാരുടെ അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞു. പൊതു പരിപാടി അദ്ദേഹം എന്താണ് പറഞ്ഞത് നോക്കൂ. കൊച്ചു കേരളം ഇന്ന് പല കാര്യങ്ങളിലും പുറകോട്ട് നിൽക്കുന്ന കേരളത്തിലെ വ്യാപാര വികസനത്തിന്, കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക്, കേരളത്തിലെ ടൂറിസം വികസനത്തിന്, ദക്ഷിണേന്ത്യയെ മുഴുവൻ കണക്ട് ചെയ്തുകൊണ്ടുള്ള 3 അമൃത് ഭാരത ട്രെയിനുകൾ ഏറ്റവും കുറഞ്ഞ കുലിയിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, കേരളത്തെ 4 സംസ്ഥാനങ്ങളുമായി കണക്ട് ഉണ്ടാക്കുന്ന അതിവേഗം വികസിക്കാൻ സാധ്യത ഒരു വലിയ പ്രവർത്തനത്തെ. അതോടൊപ്പം നാട്ടിലെ വികസനം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മുന്നേറ്റം, അത് കേവലം ഭാരതത്തിന്റെ കേരളത്തിലുള്ള സംസ്ഥാനങ്ങളുടെ വികസനം കഴിയുന്നില്ല. കഴിയുന്നപ്പോഴാണ് വിഭജിക്കുന്നത്. അമേരിക്ക പ്രഖ്യാപിച്ച കൊണ്ട് IMF സാധ്യപ്പെടുത്തിയിരിക്കുന്നു. 7 കടന്നിരിക്കുന്നു ഭാരതത്തിന്റെ വികസനം. അല്ലെങ്കിൽ കേരളത്തിലും ഉണ്ടാവണം, ദക്ഷിണ സംസ്ഥാനങ്ങൾ പങ്കുണ്ടാകണം, വടക്കേ സംസ്ഥാനങ്ങൾ പങ്കുണ്ടാകണം, ആശുപത്രി വികസിക്കണം. ആ വികസനത്തിൽ അംബാനിക്കൊപ്പം തിരുവനന്തപുരം നഗരവിദ്യയുടെ കുന്നുപടിക്കാരൻ ഈ പറയുന്നവർ എന്നവരെ നോക്കിയിട്ടില്ലാതെ
പാവപ്പെട്ട ജീവിതത്തിന് 1,00,000 രൂപ റിവോൾവിംഗ് നൽകുന്ന 7% ശരി, ശ്രീ ടി പി ജയചന്ദ്രൻ താങ്കളിലേക്ക് വരാം. ശബ്ദത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്, അതൊന്ന് ശരിയാക്കിയിട്ട് താങ്കളിലേക്ക് വരാം. ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മോദി ഗ്യാരണ്ടി ഇത്തവണയും അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഈ മോദി ഗ്യാരണ്ടിയിൽ ഇന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ളക്കാരെ അകത്തിടും എന്നതാണ്. വിശ്വാസ സംരക്ഷണ വികസന സംഗമം എന്നുള്ളതാണല്ലോ മുദ്രാവാക്യം എന്ന് പറയുന്നത്, വികസന സംരക്ഷണം എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പ് എന്ന് പറയുന്നത് വിശ്വാസ സംരക്ഷണമാണ്. അതിലൂന്നിക്കൊണ്ടുള്ള ഒരു പ്രസംഗം കൂടിയായിരുന്നു ഇന്നത്തേത്. അത് LDFനുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അതായത് സ്വർണ്ണക്കൊള്ളയിൽ അതിൻ്റെ റഡാർ ഇപ്പോൾ നീങ്ങുന്നത് LDFന് നേരെയാണ്. CPM നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കൃത്യമായ സൂചി തിരിച്ചു വയ്ക്കുമ്പോൾ ഏത് വോട്ട് ബാങ്കാണ് ലക്ഷ്യമിടുന്നത് എന്ന് കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ടല്ലോ അല്ലേ? മഞ്ജുഷ, ഇതില് നമ്മൾ കാണേണ്ട ഒരു സുപ്രധാനമായ കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി താങ്കൾ പറഞ്ഞതുൾപ്പെടെ ഇപ്പൊ എനിക്ക് 3 പേർ സംസാരിച്ചല്ലോ ഈ പാനലിൽ, ആ ഗൗരവത്തിലാണ് പ്രധാനമന്ത്രി ഈ വിഷയങ്ങളെയൊക്കെ സമീപിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ് മോദി എന്ന് പറയുന്നത്. ഇപ്പോ 3ാമത്തെ തവണ അധികാരത്തിൽ വന്നിരിക്കുന്ന പ്രധാനമന്ത്രിയുമാണ്. അദ്ദേഹം ഏതെങ്കിലും സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും കേരളം പോലെ BJPക്ക് കാര്യമായ അടിത്തട്ടിൽ സ്വാധീനശേഷി ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് വന്ന് ഒരു കാര്യം പറയുമ്പോൾ അത് എന്താണ് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പറയുന്ന അദ്ദേഹത്തിനുമുണ്ട്. നേരത്തെ അവിടെ പറഞ്ഞിരുന്നത് എന്താണ്? വികസിത കേരളത്തിനുള്ള ഒരു ബ്ലൂ പ്രിന്റ്, വികസിത കേരളത്തിന് ബ്ലൂ പ്രിന്റുമായിട്ടാണ് പ്രധാനമന്ത്രി 23-ാം തീയതി തിരുവനന്തപുരത്ത് വരാൻ പോകുന്നത് എന്ന് മലയാളികളെ അറിയിച്ചത് BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആണെന്നേ നമ്മളെല്ലാം കേട്ടതല്ലേ, കഴിഞ്ഞ ദിവസം കൂടെ കേട്ടതല്ലേ അദ്ദേഹം പറയുന്നത്. എവിടെയാണ് ആ ബ്ലൂ പ്രിന്റ് ഇന്ന് മലയാളികൾ കേട്ടത്? എവിടെയെങ്കിലും കേട്ടു? ഞാൻ കേട്ടില്ല. താങ്കൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് പറഞ്ഞേമല്ലോ. ഈ ചർച്ചയിലുള്ള ആരും അത് പറഞ്ഞിട്ടില്ല. അത് ബ്ലൂ പ്രിന്റിന്റെ പ്രശ്നം. പിന്നെന്താണ് അദ്ദേഹം ചെയ്തത്? നേരത്തെ BJP നേതാക്കൾ ഈ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പറഞ്ഞിരുന്ന ഒരു വാഗ്ദാനമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് എത്തിക്കും. അതിന്റെ ഭാഗമായി ആ കോർപ്പറേഷനിലെ ഭരണത്തിൽ അധികാരത്തിൽ വന്ന BJP നേതാക്കളെ, കൗൺസിലർമാരെ ഒക്കെ അഭിനന്ദിക്കാനായി അദ്ദേഹം ആ വാക്ക് പാലിക്കുക തന്നെ ചെയ്തു. BJP സംസ്ഥാന ഘടകത്തെ കുറിച്ച് വാക്കായിരിക്കാം, പാലിക്കുക തന്നെ. പക്ഷേ ഞാനതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അമിത്ഷാ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ അവകാശവാദം എന്തായിരുന്നു കൂടെ നമ്മൾ ആലോചിക്കണ്ടേ. 25% വോട്ട് ഷെയർ ആക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെയാണെന്ന് പറഞ്ഞത്. നിലവിലുള്ള വോട്ട് ഷെയർ, BJPയുടെ വോട്ട് ഷെയർ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് 25% ആക്കാനാണ് പോകുന്നത്. 23,000 പേരെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അങ്ങനെ ദേശീയ ആഭ്യന്തരമന്ത്രിയും സംസ്ഥാന പ്രസിഡന്റും ഒക്കെ പറഞ്ഞ ആ ഒരു വോട്ട് പെർസെൻറ്റേജ് എവിടെയാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോ നമ്മൾ കാണുന്നത്? 14.71. അപ്പൊ അത് ഏറ്റവും നന്നായി അനലൈസ് ചെയ്യുന്ന ആൾ ആരായിരിക്കും? ഞാൻ വിചാരിക്കുന്നു ഏറ്റവും കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്യുന്ന 1ാമത്തെ ആൾ പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും. 2ാമത്തെ ആൾ അമിത്ഷാ ആയിരിക്കും. ബാക്കിയുള്ളവർ പിന്നീടേ വരും. അപ്പൊ അത്തരത്തിൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് കേരളത്തിന് വേണ്ടി അവർ ഒരുക്കുന്നുണ്ടാകും. അതെന്താണെന്നുള്ളത് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല. ഏതായാലും പറഞ്ഞ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് അല്ല പ്രധാനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്. മറിച്ച് സാധാരണ ഒരു രാഷ്ട്രീയ യോഗത്തിന് അഭിസംബോധന ചെയ്യുമ്പോൾ ദേശീയ നേതാക്കൾ, പ്രത്യേകം പ്രധാനമന്ത്രിയുടെയൊക്കെ ആ ഒരു ക്ഷേത്രത്തിലിരിക്കുന്ന നേതാക്കൾ പറയുന്ന രൂപത്തിൽ പോലുമല്ല അദ്ദേഹം പറഞ്ഞ മറുപടികൾ. അതാണ് താങ്കളുടെ ചോദ്യമായിട്ട് എന്നിലേക്ക് വന്നത്. ഈ പറഞ്ഞ ശബരിമല സ്വർണ്ണക്കവർച്ച എന്താണ് അദ്ദേഹം പറഞ്ഞ വാചകം മഞ്ജുഷെ? അദ്ദേഹം പറഞ്ഞത് BJPയെ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിപ്പിച്ചാൽ സ്വർണ്ണക്കവർച്ച നടത്തിയവർ ജയിലിലേക്ക് പോകും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, BJP അധികാരത്തിൽ വരാൻ പോകുന്ന ഇലക്ഷൻ അല്ല 26 ഇലക്ഷൻ. എല്ലാവർക്കും അറിയാം. അത് പറഞ്ഞ പ്രധാനമന്ത്രിക്കും അറിയാം, ഇല്ലേ? അല്ലാതെ നേരെ ഇവരെല്ലാം പിടിച്ചകത്തിടും എന്നല്ല അദ്ദേഹം. അങ്ങനെയല്ല ശ്രീ ടി പി ജയചന്ദ്രൻ, മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അത് നടപ്പാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന്
പ്രധാനമന്ത്രിക്കും അറിയാം. കാരണം എന്തായാലും BJP അധികാരത്തിലേക്ക് വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇത് ചവിട്ടുപടി എന്ന രീതിയിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂവല്ലോ. അതൊരു BJPയുടെ ലക്ഷ്യം പോലും അത്രയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇത് വെറുതെ നൽകുന്ന ഒരു ഗ്യാരണ്ടി എന്ന രീതിയിലേ ആയി പോവുകയുള്ളൂ. സ്വർണ്ണക്കൊള്ളക്കാരെ അകത്തിടും, ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് പറയുമ്പോൾ. ശ്രീ TP ജയചന്ദ്രൻ, മഞ്ജുഷേ, ഇങ്ങനെയാണോ സത്യത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്? CM ജയചന്ദ്രൻ, ഞാൻ അദ്ദേഹത്തോട് ബഹുമാനമുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ അംഗീകരിക്കുന്നത്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വേദിയിൽ വന്ന് കൈയടിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി പ്രകീർത്തിച്ചതാണ്. രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം രാഷ്ട്രീയം വേറെ, രാഷ്ട്രം വേറെ ചെയ്യുന്നതാണ്. മാത്രമല്ല, താങ്കളോട് ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് തോന്നിയിരുന്നോ ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപ്രമാദിത്വമുള്ള ത്രിപുരയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ വരുമെന്നും കഷായത്തിൽ കൂട്ടാൻ പോലും ഒരു MLA നിങ്ങൾക്കുണ്ടാവില്ല എന്ന് ത്രിപുരയിൽ നിങ്ങൾക്ക് തോന്നിയിരുന്നു? പശ്ചിമ ബംഗാളിൽ 34-36 കൊല്ലം എതിരാളികൾക്ക് അധികാരം കൊടുക്കാതെ ഭരിച്ച ബംഗാളിൽ അധികാരത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നും അവിടെ പ്രതിപക്ഷമായിട്ട് പണം കിട്ടിയിട്ടില്ലെങ്കിലും പ്രധാന പ്രതിപക്ഷമായി BJP വരുമെന്ന് നിങ്ങൾ തോന്നിയിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി MP ആകുമെന്ന് അങ്ങനെ ആയിരുന്നില്ലല്ലോ നിങ്ങളുടെ പാവം സഹയാത്രികൾ പറഞ്ഞു നടന്നത്. ശതമാനം കണ്ട് ചോദിക്കാൻ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കട്ടെ സാർ. തിരുവനന്തപുരത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഒരു മേയർ അവിടെ ഇന്ന് ആ മേയർ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? എന്താണ് ശ്രീ M ജയചന്ദ്രൻ, എന്താണ് ശ്രീ M ജയചന്ദ്രൻ? അല്ല, അദ്ദേഹത്തിന് ഒരു നിമിഷം എനിക്ക് തരുമെങ്കിൽ ഒരു കാര്യം ചോദിക്കാനാ. അദ്ദേഹത്തിന് വിരോധമുണ്ടോ? വിരോധമില്ല, പറഞ്ഞോളൂ. ഒരു മിനിറ്റ് അല്ലേ? അല്ല, അത്ര അല്ല, 1 മിനിറ്റ് പോലും എടുക്കില്ല സാർ. ഇത്രേ ഉള്ളൂ കാര്യം. ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, സ്പെസിഫിക് ആയിട്ട് ഞാൻ എടുത്തു തന്നെ പറഞ്ഞു. അദ്ദേഹം പിന്നെ BJP പ്രവർത്തകരെ ഇലക്ഷൻ ജയിച്ചവരെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗമാണ് നമ്മളിവിടെ വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നത്. മറ്റേതല്ല, ഗവൺമെന്റിന്റെ പരിപാടി എന്നുള്ള നിലയ്ക്കുള്ളത് വേറെയാണ്. അതിനെ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല ഇവിടെ. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം നടത്തിയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, മറ്റേ കാര്യമല്ല. പിന്നെ ആഗോള ഞാൻ അതിന് തന്നെയാണ് നിങ്ങളോട് മറുപടിയുമായി ചോദിച്ചത്. നിങ്ങൾ തകർന്നു പോകുമെന്നും BJP നിങ്ങൾ കരുതിയിരുന്നുവോ? നിങ്ങൾ സ്വപ്നത്തെങ്കിലും BJP വിചാരിച്ചിരുന്നുവോ? നിങ്ങൾ സ്വപ്നത്തിലെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ മേയർ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ഉറക്കത്തിലെങ്കിലും കണ്ണൂരിൽ ഒരു സീറ്റുണ്ടായിരുന്ന BJPക്ക് കോർപ്പറേഷനിൽ 4 പ്രതീക്ഷിച്ചിരുന്നോ? നിങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനിൽ 7 സീറ്റുണ്ടായിരുന്ന BJPക്ക് 14 സീറ്റ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? നിങ്ങളുടെ പ്രതീക്ഷിക്കത്തോ നമ്മുടെ വിശേഷക്കാരുടെ പ്രതീക്ഷിക്കത്തോ ആണ് ചിന്തിക്കുന്നത്. ഒരു കാര്യം സത്യമല്ലേ, ഇന്ന് ഏജൻസികൾ കേരളത്തിൽ ഏതാണ്ട് 10% ആളുകൾ ഈ ദുർഭരണം പ്രശ്നമുണ്ട്. ശ്രീ സി കെ ഷാക്കിർ, ഇപ്പോൾ ഉടൻ BJP ഭരണം പിടിക്കാൻ പോകുന്നു എന്നല്ല ഇതുകൊണ്ടൊന്നും അർത്ഥമാക്കേണ്ടത്. ഡബിൾ എഞ്ചിൻ എന്നുള്ളതും അത് ഈ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നുകൂടിയാണ്. പക്ഷേ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കിയ നേട്ടം അത് BJPക്ക് അവകാശപ്പെടാം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ അടക്കം. അല്ല മഞ്ജുഷേ, നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമന്ത്രി RSSന്റെ BJPയുടെ പ്രവർത്തകരെ വൈകാരികമായി ആവേശം കൊള്ളിക്കാൻ പ്രസംഗിച്ചിട്ടില്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്തരം വിഡ്ഢിത്തങ്ങൾ മലയാളികൾ അപ്പാടെ വിഴുങ്ങുമെന്നുള്ള ധാരണ ഇവർക്ക് വേണ്ടാന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ നോക്ക്, ഞാൻ ഡാറ്റ പറഞ്ഞു. ഇതിപ്പോൾ ശ്രീലങ്ക പൊളിഞ്ഞ് പാളീസായിക്കൂടി രാജ്യം പട്ടിണിയിൽ 56-ാം സ്ഥാനത്താണ്, ബംഗ്ലാദേശ് 68-ാം സ്ഥാനത്താണ്, നേപ്പാൾ ഇന്ത്യയേക്കാൾ മെച്ചമാണ്, നമ്മുടെ അയൽ രാജ്യങ്ങളാണ്. നിങ്ങൾ നോക്കുക, ഇന്ത്യ 102-ാം സ്ഥാനത്ത്. ഇദ്ദേഹം എങ്ങോട്ടാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത്? വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ ശത്രുവാണ് BJP, ഈ രാഷ്ട്രത്തിൻ്റെ ശത്രുവാണ് RSS BJP. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പെട്രോളിൻ്റെ വില 106 ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $60 ഉള്ളൂ. മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് ബാരലിന് $140 സമയത്ത് ഇന്ത്യയിലെ പെട്രോളിൻ്റെ വില, കേരളത്തിലെ പെട്രോളിൻ്റെ വിലയൊക്കെ 70 രൂപയായിരുന്നു. നോക്കൂ നിങ്ങൾ, അതിനേക്കാൾ പകുതി വിലയുള്ളപ്പോൾ 30-35 രൂപക്ക് നമുക്ക് പെട്രോൾ കൊടുക്കാൻ കഴിയും. ഈ രാജ്യത്തെ വിലക്കയറ്റത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്?
ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും വിലവർധനമാണ്. അതിൻ്റെ പ്രയോജനം രാജ്യത്തിനാണോ ലഭിക്കുന്നത്? അല്ല, 2-3 മുതലാളിമാർക്ക്, അതിസമ്പന്നർക്ക്. ഈ ഗുജറാത്തിലും നരേന്ദ്രമോദി ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്? ആർക്കാണ് ഇതിന് പ്രയോജനം ലഭിക്കുന്നത്? പട്ടിണി പാവങ്ങളായ മനുഷ്യകൾ കൂടുതൽ പട്ടിണിയിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പട്ടിണി സൂചിക മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുസ്ലിം ലീഗോ കോൺഗ്രസ് ഉണ്ടാക്കിയതല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. നരേന്ദ്രമോദി മുസ്ലിം ലീഗിനെ വിമർശിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, കോൺഗ്രസിനെ വിമർശിച്ച് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം നരേന്ദ്രമോദിയെപ്പോലെ വർഗീയതയും വംശീയതയും വെറുപ്പും മാത്രം ആയുധമാക്കിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, ഒരു രാഷ്ട്രീയ നേതാവ്, ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രസ്നേഹികളായ, ഞങ്ങളെ പോലെ മനുഷ്യത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഞങ്ങളെപ്പോലെ ജനാധിപത്യവും മതേതരവും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളെ വിമർശിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഇവർ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ നരേന്ദ്രമോദി വന്നിട്ട് BJPക്ക് വലിയ പുരോഗതി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പുറത്തേക്ക് വിട്ടൊരു കണക്കുണ്ടല്ലോ, 17%, 14% കുറഞ്ഞിരിക്കുകയാണ്. ഒരു സീറ്റുണ്ടായ നിയമസഭ അദ്ദേഹം വന്നിട്ട് അതുപോലെ ഇല്ലാണ്ടാക്കിയതാണ്. ഇവർ രാഷ്ട്രീയമായി വളർച്ച പ്രാപിക്കുന്നതോ അതൊക്കെ അവരുടെ കാര്യം പോകട്ടെ. ഇപ്പം ഇവർ വന്നിട്ടുള്ള അല്പം ചില മെച്ചങ്ങൾ, ചില പുരോഗതികൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ. 52ഓളം സീറ്റിലായിരുന്നു CPM 29ആയി, ഇവർക്ക് കൂടി. UDF സംബന്ധിച്ചുള്ള 10 ഉണ്ടായിരുന്നു 20ആയിക്കാണ്. അവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും വലിയ റിസൾട്ടാണ് UDF ഉണ്ടാക്കിയിട്ട്. നിങ്ങളൊരു കാര്യം എഴുതി വെച്ചോ, ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലയാണ്. 2 മാസത്തിനുള്ളിൽ നമ്മുടെ നിയമസഭ April 2nd വീക്കിലേക്ക് വരാനിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റ് നേടി വലിയ ഭൂരിപക്ഷത്തിൽ വികസിത കേരളത്തെ തിരിച്ചു പിടിക്കും. അതിനൊരു സംശയം വേണ്ട. ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന, രാജ്യത്തെ അഴിമതിയും സ്വജനപക്ഷപാതം വർഗീയതയും നടപ്പിലാക്കുന്ന, അത് കൈമുതലായിട്ടുള്ള, സന്യാസിമാരെ കൊലക്ക് കൊടുക്കുന്ന, സൈനികരെ കൊലപ്പെടുത്തി രാഷ്ട്രീയ ലാഭം നേടുന്ന BJPയും RSSും ദയവ് ചെയ്തിട്ട് BJPയുടെ ശ്രീ ജയചന്ദ്രനോടാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ മുസ്ലിം ലീഗിനെ മതേതരത്വവും രാഷ്ട്രീയവും പഠിപ്പിക്കാൻ വരരുത്. മുസ്ലിം ലീഗ് ഒരു സന്യാസിയും കൊലപ്പെടുത്തിയിട്ടില്ല. ഒരു തീവണ്ടിക്കും തീ വെച്ചിട്ട് അതുവഴി രാജ്യത്തെ പാവപ്പെട്ട ന്യൂനപക്ഷത്തെ ചുട്ടുകൊല്ലാനോ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെ ചുട്ടുകൊല്ലാനൊന്നും ഞങ്ങളാരും ശ്രമിച്ചിട്ടില്ല. അതൊക്കെ ശ്രമിച്ച ആളുകളുടെ പേര് BJPയും RSSുമാണ്. ഞങ്ങൾ ഒരു മനുഷ്യരെയും ഒരു മതത്തെയും ഒരു രാഷ്ട്രത്തിൻ്റെ ഏതെങ്കിലും പുരോഗതിയെയും ബുദ്ധിമുട്ടാക്കാനോ ഏതെങ്കിലും തടസ്സപ്പെടുത്താനോ അല്ല നിൽക്കുന്നത്. ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. അതിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു സംഗതി നിങ്ങൾ സൂചിപ്പിക്കാൻ കഴിയുമോ? ഞാൻ ഈ പറയുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുള്ള കേരളത്തിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്ന UDFനാണ്. അത് ആ ഒരു വിലയിരുത്തൽ പൊതുവെ ഉള്ളതുമാണ്. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തിയിട്ടോ, ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ രൂപീകരിക്കാൻ പോകുന്നുവെന്ന പ്രഖ്യാപനം നടത്തിയിട്ടോ അതിലൊരു മാറ്റം വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, അത്തരത്തിൽ ഒരു ഭരണമാറ്റം BJPക്ക് അനുകൂലമായിട്ട് ഇപ്പോൾ വരുമെന്ന് ആരും കരുതുന്നില്ല. പക്ഷേ കേരളത്തിലെ ഭരണത്തിന് നിർണായകമായ ചില നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ സ്വീകരിക്കാൻ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചില MLAമാർ താമര ചിഹ്നത്തിൽ ജയിച്ച് അസംബ്ലിയിൽ ഉണ്ടാകും എന്നുള്ളതിന് സംശയം വേണ്ട. കാരണം ഇപ്പോഴത്തെ ഡെമോഗ്രാഫി നോക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ അനുസരിച്ചുള്ള സീറ്റുകൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പലർക്കും കിട്ടിയത് നോക്കുമ്പോൾ ഒരു 40 മണ്ഡലങ്ങളിൽ തികച്ചും ത്രികോണ മത്സരത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണ്. ഈ 40 മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം നടന്നാൽ നിഷ്പക്ഷമായ ചിലർ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ BJP വോട്ട് ചെയ്യാൻ മടിക്കില്ല എന്നുള്ളത് തിരുവനന്തപുരം കാണിച്ചു കഴിഞ്ഞു. നമ്മൾ തിരുവനന്തപുരത്തെ ഇപ്പോൾ എല്ലാവരും പറയും തിരുവനന്തപുരത്ത് വിജയം ഒരു ഫ്ലൂക്കിന് കിട്ടിയതാണെന്ന്. ഒരിക്കലും അല്ല. ഞാൻ ഈ തിരുവനന്തപുരത്തെ എല്ലാ വാർഡിലെയും റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതാവായിട്ട് ഒരു 10-30 വർഷം പ്രവർത്തിച്ച ആളാണ്. എനിക്കറിയാം ഇവിടെ എത്ര CPMകാരുണ്ട്, എത്ര BJPക്കാരുണ്ട്, RSകാരുണ്ട്, ലീഗുകാരുണ്ട്, SDPക്കാരുണ്ട്. ഇതെല്ലാം എനിക്ക് വ്യക്തമായി അറിയാവുന്ന ആളാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടുത്തെ BJPക്കാരെ മാത്രം വെച്ചുകൊണ്ടല്ല ഈ സീറ്റുകൾ മുഴുവൻ പിടിച്ചത്. BJPക്കാരുടെ ഈ പെർസെൻറ്റേജ് 17%എന്നോ 20%എന്നോ പറയുന്നതും വെച്ചുമല്ല. ഈ നഗരസഭ പിടിച്ചത്, ഈ നഗരസഭയിൽ വികസനം എന്ന ലക്ഷ്യത്തിന് വേണ്ടി BJP നിലകൊള്ളും എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിന് കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾ വിശ്വസിച്ചു. അതിന് തക്ക മികവുള്ള സ്ഥാനാർത്ഥികളെ അവർ നിർത്തി. അപ്പോൾ ജനങ്ങൾക്ക് തോന്നി, ജനങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ NDTVയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഇപ്പം പലതും പറഞ്ഞപ്പം അവർ പറഞ്ഞു 15% ജനങ്ങൾ ഇപ്പോഴും ഒന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും ഉള്ളൊരു സംഗതിയാണ്. ഒരു 15% വോട്ടർമാർ സ്വിങ് ചെയ്യാൻ സാധ്യതയുള്ള, അതിൽ 10% ഡെഫിനറ്റായിട്ടും സ്വിങ് ചെയ്യുന്നവരാണ്. ആ 10% വോട്ടും കൂടെ കിട്ടിയാൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലും തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ സംഭവിച്ച പോലെ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്.
അതിന് കാരണം കേരളത്തിൽ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ LDF UDF ഭരണം, അതിലെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ജനങ്ങൾ പണ്ടത്തെ കൂട്ട് വെറും വിഡ്ഢികളാണെന്ന് LDFും UDFും മാത്രം ധരിച്ചാൽ പക്ഷെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ ഇപ്പോൾ LDFന് പകരം UDF എന്നതേ ഉള്ളൂ. കാരണം താങ്കൾ പറഞ്ഞ പോലെ അധികാരത്തിലേക്ക് BJP എത്തുകയില്ല. ഓൾട്ടർനേറ്റീവ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് സംഭവിച്ചത് എന്താണ്? LDF UDF പിന്നെ BJP ഏതാണ്ട് ഒരു 70-75 സീറ്റുകളിൽ ത്രികോണ മത്സരമാണ് നടന്നത്. പക്ഷെ അവിടെ ഒരു ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ BJP ഉണ്ടായിരുന്നു. പക്ഷെ കേരളം മുഴുവൻ നോക്കുമ്പോൾ ഇല്ല, BJP ഇവിടെ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് അല്ലായിരുന്നു. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ല ബേസ് ഉണ്ടെന്നേ. ഞാൻ പറയട്ടെ, LDFന് പകരം ആരെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ തിരുവനന്തപുരം BJP ആയിരുന്നു. BJP ആയിരുന്നു, അത് സമ്മതിക്കുന്നു. പക്ഷേ BJPക്ക് ഈ 50-ലെത്താനുള്ള ഭൂരിപക്ഷം ഒരിക്കലും കിട്ടുന്ന വിധത്തിലായിരുന്നു. ഇവിടെ പലരും പറഞ്ഞിരുന്നു 50 കിട്ടുന്ന പ്രശ്നമേ ഇല്ലാന്ന്. പക്ഷേ എങ്ങനെ അവർ 50-ലെത്തി? 50-ലെത്തിയത് നിഷ്പക്ഷരായ ആ ഒരു 10-15% വരുന്ന ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തതാണ്. അങ്ങനെ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ കേരളത്തിലും കുറേ പേരുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. കാരണം പല വിധത്തിലും അവർ മടുത്തിരിക്കുകയാണ്. പല പരീക്ഷണങ്ങൾ നടത്തി അവർക്കൊരു കാര്യം ബോധ്യമായിട്ടുണ്ട്, ഒരു ചേഞ്ച് വരുത്താൻ ഇപ്പോൾ കഴിയുന്നില്ല. ഇപ്പോൾ ഷാക്കിറൊക്കെ പറഞ്ഞു ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ആൾക്ക് യാതൊന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെന്ന്. പക്ഷേ ഇത് ലോകം അംഗീകരിക്കുന്നില്ല. കേരളം വിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ അവരെല്ലാം മണ്ടന്മാരാണ്, കേരളത്തിലുള്ളവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവരെന്ന് ഷാക്കിർ പറയണം. അത് എന്തുകൊണ്ടാണ് അവർ തുടർച്ചയായിട്ട് ഈ BJP ഇങ്ങനെ വോട്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യയിലെ വോട്ട് ചോരി എന്ന് പറയും. കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ ഭരണത്തിൽ തമ്പിങ് മെജോറിറ്റി വന്നത് ഇല്ലാന്ന് പറയും അല്ലേ? ഞാൻ പിന്നെ ഒരു കക്ഷി ചേർന്ന് പറയുന്നതല്ല. ചോദിച്ചോളൂ ശ്രീ വേണുഗോപാലിനോട്. മഞ്ജുഷേ, ചോദിച്ചോ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നു. അതായത് ഇപ്പൊ 3ാം തവണയാണല്ലോ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അധികാരത്തിൽ വരുന്നത്. ഏത് രംഗത്താണ് ഇന്ത്യ രാജ്യം മറ്റ് രാഷ്ട്രങ്ങൾക്കിടയിൽ അല്പമെങ്കിലും മുന്നോട്ട് പോയിട്ടുള്ളത്? ഞാൻ നേരത്തെ ഒരുപാട് ഉദാഹരണം പറഞ്ഞു പിറകോട്ട് പോയിട്ടുള്ളത്. പട്ടിണിയിൽ പോയി, രൂപയുടെ വിനിമയത്തിൽ അങ്ങേയറ്റം പിറകിൽ പോയി, ജനങ്ങളുടെ ദുരിതമൊക്കെ ആയി. ഏതെങ്കിലും ഒരു മേഖലയിൽ ഈ രാജ്യത്തിന് അദ്ദേഹം പുരോഗതി ഉണ്ടാക്കിയെന്ന് ഒന്ന് നിങ്ങൾ പറഞ്ഞതാണ്. ഈ രാജ്യത്ത് 7% അധികം GDPയിൽ ഗ്രോത്ത് ഉണ്ടായ സന്ദർഭമാണിത്. ഇത് നമ്മൾ അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ 4ാമത്തെ ലോകശക്തിയായി എന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുമ്പോഴും ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നില്ല, ഷാക്കിറും അംഗീകരിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഒരു വ്യത്യാസം. പക്ഷേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് എക്കണോമിസ്റ്റുകൾ സമ്മതിക്കും. അപ്പോൾ എക്കണോമിസ്റ്റുകളെല്ലാം മണ്ടന്മാർ, എക്കണോമിക് സർവേകൾ മണ്ടന്മാർ, എക്കണോമിക് ജേർണലുകൾ മണ്ടന്മാർ, ലോകത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ നമ്മളെ ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇവരെന്ത് നോക്ക് കുത്തിയാക്കി. അതേപോലെ കള്ളക്കണക്ക് ഉണ്ടാക്കല്ലേ? അപ്പോൾ ഷാക്കിർ ചെയ്യുന്നതെല്ലാം നല്ല കണക്കും മറ്റേത് കള്ളക്കണക്കാണെന്ന് ശ്രീ വേണുഗോപാൽ, ഞാൻ പറഞ്ഞ എന്റെ കണക്കല്ല, നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ കണക്കുകൾ വെച്ച് കൃത്യമായ ഏജൻസികളുടെ കണക്കാണ്. അല്ല, കണക്കുകൾ പറഞ്ഞാൽ കേരളത്തിലെ സദ്ഭരണമാണെന്ന് തെളിയിക്കാൻ LDFന്റെ ഇഷ്ടംപോലെ സാധനം ഉണ്ടെന്നേ കണക്കുകൾ പറഞ്ഞാൽ. കണക്ക് വെച്ചിട്ട് നമുക്ക് ആശുപത്രി പോയി ചികിത്സിക്കാൻ പറ്റില്ല. കണക്ക് വെച്ചിട്ട് നമ്മുടെ പിള്ളേരുടെ പഠിത്തം നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുന്ന് ഇറങ്ങുന്ന പിള്ളേർക്ക് ഇല്ലാതായി പോകുന്നത്? അല്ലെങ്കിൽ എഴുതുമ്പോൾ തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാനും നിങ്ങളും അനുഭവസ്ഥരായിട്ടുള്ള കാര്യമുണ്ട്. പെട്രോളിന്റെ വില നിങ്ങൾ എടുക്ക്. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില $140 വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ 70-ൽ താഴെയാണ്. അന്ന് 70 രൂപ പെട്രോളിന്റെ, ഇപ്പൊ 35 രൂപക്ക് കൊടുക്കണ്ടേ? നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഗ്യാസ് ഉപയോഗിക്കുമ്പോ ഇപ്പൊ എത്ര പൈസ കുറവല്ലേ? അതേപോലെ നിങ്ങൾ രൂപയുടെ വിനിമയ മൂല്യം ഇന്നും വളരെ താഴെ പോയി. നിങ്ങൾ എങ്ങനെയാണ്, ഏതടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദി വിലയിരുത്തുന്നത്? നരേന്ദ്രമോദി ഇപ്പൊ BJPയുടെ പരിപാടിയിൽ പ്രസംഗിച്ചാൽ ആളുകൾ തിരിച്ചു പറയില്ല എന്ന് കരുതി അത് വിശ്വസിക്കണോ? അല്ല ശ്രീ വേണുഗോപാൽ, ഞാനും നിങ്ങളും ഈ മഞ്ജുഷൊക്കെ അനുഭവസ്ഥരല്ലേ? ശ്രീ ജയചന്ദ്രനും അനുഭവസ്ഥരല്ലേ? ഇത് വേറെ ആരും കണക്ക് പറഞ്ഞോ? ഈ പണം നമ്മളെ ഒരു വ്യത്യാസം താങ്കൾ പറഞ്ഞു. ആ വ്യത്യാസം വരുന്ന പണം ഇന്ത്യയുടെ ആർമിയെ സ്ട്രെങ്തൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ സാഗരമാല പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പട്ടിണി എന്ന് പറയുന്നത് ജനങ്ങളെ പട്ടിണിയിലേക്ക് പട്ടിണി എന്ന് പറയുന്നത് ഖജനാവിലെ പണം എടുത്ത് എല്ലാവർക്കും കൊടുത്താണ് പട്ടിണി മാറ്റുന്നത്. അതാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ കൺസെപ്റ്റും BJPയുടെ കൺസെപ്റ്റും വ്യത്യാസം. അതായത് പട്ടിണി മാറ്റണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻഡസ്ട്രി വരണം, കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വരണം, കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ വരണം, കൂടുതൽ വാണിജ്യ സൗകര്യങ്ങൾ വരണം. ഇവയെല്ലാം ഒരുക്കാനായിട്ട് ഇന്ത്യയിൽ ശ്രമിച്ചിട്ടുള്ള ഏറ്റവും മിടുക്കനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുള്ളത്
ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ കേരളം, പിന്നെ തമിഴ്നാട്, ബംഗാൾ മിക്ക സംസ്ഥാനങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു. ഈവൻ കാശ്മീർ പോലും അംഗീകരിച്ചു. കാശ്മീർ പോലും പറഞ്ഞു അവർക്ക് ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞിട്ട് പിന്നെ ഇപ്പോ പിന്നെ ടൂറിസവും സൗകര്യവും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2000 കോടി ഒരു വർഷം കിട്ടുന്നു, 3000 കോടി 3000 ലക്ഷം കോടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വികസനത്തിന്റെ പല രേഖകളും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ മാത്രം, കാസർഗോഡ് നിന്ന് പാറശാല വരെ റോഡ് വികസനം മാത്രം നോക്കിയാൽ താങ്കൾക്ക് മനസ്സിലാവും. ഇത് താങ്കളുടെ എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കിയത്. ഇത് ഇത്തരത്തിൽ മിച്ചം വരുന്ന പണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക. എന്നിട്ട് അല്ല നോക്ക് ശ്രീ വേണുഗോപാൽ, നിങ്ങൾ ഒരു കാര്യം കൂടി കേട്ടോ, നമ്മൾ മാധ്യമ ചർച്ചയിലാണല്ലോ. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യം 156 സ്ഥാനത്താണ്. ഇനി അപ്പുറത്തേക്ക് രാജ്യം ഉണ്ടോന്ന് അറിയില്ല. അത്ര കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി PR നിങ്ങളെ പോലെയുള്ള ആളുകൾ കാര്യങ്ങളെല്ലാം എല്ലാ കാലത്തും നിലനിന്നിരുന്നതാണെന്ന് നമുക്ക് ഓരോ അത് കഴിഞ്ഞിട്ടും നടന്നിട്ടുള്ള കാര്യങ്ങളിൽ ഇതൊക്കെ തന്നെയാണുള്ളത്. എല്ലാ കാലത്തും ജയപ്രകാശ് നാരായണൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുമായാണ് ഷാക്കിർ എത്തിയിരിക്കുന്നത്. എതിർക്കാമെങ്കിൽ എതിർത്തോളൂ. അല്ല, ഷക്കീർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഷക്കീർ ഇങ്ങനെ ബഹളം വെക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഒരു ചോദ്യത്തിന് ഉത്തരം വായടച്ച് കിട്ടുമ്പോൾ അദ്ദേഹം അടുത്ത ചോദ്യത്തിലേക്ക് കയറുകയാണ്. മിസ്റ്റർ ഷക്കീർ, നിങ്ങളുടെ ഓരോ ചോദ്യത്തിലേക്കും ഞാൻ വരാം. ചോദിച്ചു കേൾക്കൂ. അയ്യോ, ഒന്ന് കേൾക്കാനുള്ള മര്യാദ കാണിക്കൂ ഷക്കീറെ. ഷക്കീർ ചോദിക്കുക മാത്രമല്ല ഷക്കീറെ ഒരു സംവാദകന്റെ മര്യാദ, ഉത്തരം കേൾക്കുക കൂടിയാണ്. കേട്ടിട്ട് പുതിയ ചോദ്യം ചോദിക്കേ, അല്ലാണ്ട് വായടച്ച് മറുപടി കിട്ടുമ്പോൾ നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് കയറല്ല. ഒന്ന് നിങ്ങൾ ചോദിച്ചു നരേന്ദ്രമോദിയെ ലോകം അംഗീകരിച്ചത് എന്തൊക്കെയാണ്? ഷക്കീറെ സൈലന്റ്, ബി സൈലന്റ് പ്ലീസ്. അല്ലെങ്കിൽ നിങ്ങൾ തീർക്കുന്നത് ഞാൻ പറയാം. താങ്കളോട് ഞാൻ ചോദിക്കട്ടെ, മോദി വർഗീയമാണ്, മോദി ലോകത്ത് അംഗീകരിക്കുന്നത് താങ്കൾക്കറിയുമോ? ഈ ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം ഇസ്ലാമിക രാജ്യങ്ങളും ഷക്കീർ അംഗീകരിക്കുമെന്നല്ല. ഇറാൻ, ഇറാഖ്, സൗദി, കുവൈത്ത്, ഈജിപ്റ്റ്, ലോകമെമ്പാടുമുള്ള ബഹുഭൂരിപക്ഷം ഇസ്ലാമിക രാജ്യങ്ങളും നരേന്ദ്രമോദിക്ക് അവരുടെ നേഷന്റെ ബെസ്റ്റ് അംഗീകാരം നൽകിയിരിക്കുന്നു. ഇവർ വിഡ്ഢികളാണോ ഷക്കീറെ? നിങ്ങൾ അത്രയൊന്നും ഇല്ലേ ഇവർക്ക്? ഇനി ഞാൻ ചോദിക്കട്ടെ സാർ, അത് മാത്രം മറുപടി പറയട്ടെ. അല്ല, നിങ്ങൾക്ക് അവസരം വരുമ്പോ പറഞ്ഞോന്നേ. നിങ്ങൾക്ക് അവസരം വരുമ്പോ നിങ്ങൾ ഒരു കടലാസും പെന്നും എടുത്ത് ചർച്ചയ്ക്ക് വരുമ്പോ ഇരിക്കുക, എന്നിട്ട് എഴുതി വെക്ക്. അല്ലാണ്ട് ഓരോരുത്തരുടെ വായിക്കുന്നത് നിങ്ങൾ തുറന്നല്ല. ഒന്ന് ഇരിക്കുന്നേ, ഇരിക്കേ. നിങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് വർഗീയമാണോ? ഞാൻ ചോദിക്കട്ടെ ഷക്കീറെ, നിങ്ങൾ ദേശീയ നേതാവല്ലേ? നിങ്ങളുടെ പാർട്ടി ജമ്മു കാശ്മീരിലുണ്ടോ? BJP ഉണ്ടോ എന്ന് ഉത്തരം കേട്ടോളൂ. നിങ്ങൾ ഗുജറാത്തിലെ അഹമ്മദാബാദ് മേഖലകളിൽ ഷക്കീറിന് അറിയാമല്ലോ ഏത് വിഭാഗത്തിലാണ് അവിടെ ഭൂരിപക്ഷം എന്ന്. ഷക്കീറെ, അടുത്ത കാലം വരെ അഹമ്മദാബാദ് മേഖലകളിൽ കോൺഗ്രസ് നിങ്ങളൊപ്പമുള്ള ആളുകൾക്കായിരുന്നു ഭൂരിപക്ഷം. ഇപ്പോഴുള്ള ഡാറ്റ ഒന്ന് ഷക്കീർ പറയുമോ? UP-യിലെ മുസ്ലിം ഭൂരിപക്ഷ പോക്കറ്റുകളിൽ ഷക്കീർ ദേശീയ നേതാവാണല്ലോ. എത്ര മുസ്ലിം ഭൂരിപക്ഷ പോക്കറ്റുകളിൽ ലീഗ് ഉണ്ട്, അവിടെ കോൺഗ്രസ് ഉണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ വിജയത്തിന്റെ കണക്കൊന്ന് താങ്കളെടുത്ത് പറയുമോ? ഏറ്റവും അവസാനം നടന്നു ഷക്കീർ ഉപതെരഞ്ഞെടുപ്പ് ബീഹാറിൽ. ബീഹാറിലെ കിഷൻഗഞ്ച്, ഞാൻ കുറെ കാലം ജീവിച്ച സ്ഥലം, താമസിച്ച സ്ഥലം, നല്ല ഡെമോൾഷൻ എനിക്കറിയാം. ആ മേഖലകളിൽ എത്രയാണ് BJP-യുടെ മുന്നേറ്റം? ഷക്കീർ ചിന്തിച്ചിട്ടുണ്ടോ മതേതരത്വ ലീഗിനെ എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ കേരളത്തിന്റെ പുറത്തൊരിടത്തും സ്വീകരിക്കാത്തത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് പിന്തുണ നഷ്ടപ്പെടുന്നു? എന്തിനേറെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോ ഞാൻ അവിടെ ചുമതലയിൽ ഉണ്ടായിരുന്നു ഷക്കീറെ. പച്ചക്കൊടിയും കൊണ്ട് മലപ്പുറത്തെ വണ്ടൂരിന്നും നിലമ്പൂരിന്നും ഒക്കെ വന്ന ലീഗ് പ്രവർത്തകന്മാരോട് പറഞ്ഞ് ചുരുട്ടി കൂട്ടി പോക്കറ്റിലിട്ടോ പുറത്തെടുക്കണ്ട, അത്ര വെറുക്കപ്പെട്ട പാർട്ടിയാണ് നിങ്ങളെന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോ ഒരു ലീഗുകാരൻ പോലും പ്രതിഷേധിച്ചില്ല ഷക്കീറെ. നിങ്ങളെ ആളുകളെ കാണുന്നത് ഈ നിലയ്ക്കല്ലേ? ഇനി നിങ്ങൾ പറഞ്ഞു വർഗീയവാദിയാണ് BJP. ഇത്ര വർഗീയവാദിയായ BJP അറബി രാജ്യങ്ങൾ ഇങ്ങനെ പരവതാനി വെച്ച് സ്വീകരിക്കുമോ? ഇനി നിങ്ങൾ ചോദിച്ചു വികസനം എന്താണ്? ഷക്കീറെ, ഇന്ത്യ രാജ്യത്ത് 81 കോടി ഇന്ത്യക്കാർക്ക് പ്രതിമാസം ₹1 നൽകാതെ 35 കിലോ ഭക്ഷ്യധാന്യം നൽകുന്നു. ലോകത്തൊരു രാജ്യത്തും ഇത്തരം ഒരു പദ്ധതിയില്ല. കേരളത്തിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് ലീഗുകാർ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വാങ്ങി പോക്കറ്റിലിടുന്നു. കേരളത്തിലെ BPL കാർഡ് ഉടമകളായ നിരവധി ഇന്ത്യ രാജ്യത്ത് 50 കോടി
രോഗം വന്നാൽ ചികിത്സിക്കാൻ ഗതിയില്ലാത്തവർക്ക് 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് ആനുകൂല്യം ലഭിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് കോടിക്കണക്കിന് ഷക്കീർ ദീർഘദൂര യാത്ര ചെയ്യുന്നയാളല്ലേ? 10 കൊല്ലം മുമ്പുള്ള റെയിൽവേ സ്റ്റേഷനും ഷക്കീർ ഇപ്പൊ കയറുന്ന റെയിൽവേ സ്റ്റേഷനും തമ്മിൽ ഒരു വ്യത്യാസവും ഷക്കീറിന് കാണാൻ സാധിക്കുന്നില്ലേ? മനുഷ്യ മലവും വിസർജ്യവും കൂടി കുഴഞ്ഞ് ദുർഗന്ധപൂരിതമായി നിങ്ങൾ അഭിഷേകം നടത്തിയ ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകൾ, ഇന്ത്യയിലെ തീവണ്ടികൾ, ഷക്കീർ ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇന്ത്യ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾ, സ്റ്റാൻഡപ്പുകൾ, ഇന്ത്യ രാജ്യത്തെ ആരോഗ്യ രേഖകളുടെ ഷക്കീറിനറിയോ? ഇന്ന് ശ്രീചിത്രയില് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന സർജറി യൂണിറ്റ് ആധുനിക ലോകോത്തര നിലവാരമുള്ള സർജറിയാണ്. തലച്ചോറിൽ ഒരു കോശത്തിന് പോലും കേടുപറ്റാത്ത രൂപത്തിലുള്ള അത്ര സങ്കീർണമായ സംവിധാനം നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കാൻ, ചികിത്സകർക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. ഷക്കീറിനറിയുമോ ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചസാര ഉത്പാദന കയറ്റുമതി രാജ്യം ഏതാണ്? ലോകത്തില് 10 കൊല്ലം മുമ്പ് അരി കയറ്റുമതിയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്തായിരുന്നുവെന്നും ഇന്ന് എത്ര സ്ഥാനത്താണെന്നുള്ള കണക്ക് ഷക്കീർ പുറത്തുവിടുമോ? ആപ്പിൾ ഫോൺ ഉത്പാദനത്തിനും കയറ്റുമതിയിലും ഇന്ത്യ ഇന്ന് കിടക്കുന്ന സ്ഥാനം ഷക്കീറിന് അറിയുമോ? കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർഷകരുടെ കാർഷിക മേഖലയിലെ ജലസേചന പദ്ധതികളിൽ രാജ്യം നേടിയ മുന്നേറ്റത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഷക്കീർ നൽകുമോ? ഇനി നിങ്ങൾ ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഇന്ത്യ പുരോഗമിച്ചോ എന്ന്. ഷക്കീർ ഡാറ്റയിലാണല്ലോ വിശ്വസിക്കുന്നത്. ഷക്കീറെ, IMF കണക്കുണ്ട്, മൾട്ടിപ്പിൾ ലെവൽ പോവർട്ടി ഇൻഡെക്സ്, MPI, മൾട്ടിപ്പിൾ ലെവൽ പോവർട്ടി ഇൻഡെക്സ് എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കുന്ന സമയപരിധി കൊണ്ടാണ്. 5ഓളം ഡാറ്റകൾ വെച്ച് IMF ലോകബാങ്കിന്റെയും കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഡാറ്റ സഹിതം ഞാൻ തരാം ഇന്ത്യ നേടിയ മുന്നേറ്റത്തെ കുറിച്ച്. ടി പി ജയചന്ദ്രൻ അത്രയും കണക്ക് മതി. ഞാൻ അതിനു മുമ്പ് ശ്രീ എം ജയചന്ദ്രനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ഷാക്കിറിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ മറ്റൊരു കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞൊരു കാര്യമാണ്. വികസിത കേരളം എന്ന് പറയുമ്പോൾ വികസനത്തിൽ ഊന്നിയുള്ള പ്രചാരണമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് BJP നടത്തുന്നത്. പക്ഷേ മറുവശത്ത് LDFിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അവിടെ ഈ ഭൂരിപക്ഷ വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള ധ്രുവീകരണ പ്രവൃത്തികൾ നടക്കുന്നു. മറുവശത്ത് UDFിനെ നോക്കുകയാണെങ്കിൽ അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതായത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള ചെയ്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് താങ്കൾ നിഷേധിക്കുകയില്ലല്ലോ. ആ സമയത്താണ് വികസനം എന്ന മുദ്രാവാക്യം ഇവർ ഉന്നയിക്കുന്നത്. അത് പ്രധാനമല്ലേ? അത് ശ്രദ്ധേയമല്ലേ? വികസനം എന്നുള്ളത് എപ്പോഴും ശ്രദ്ധേയമാണ്. പക്ഷെ പറയുന്നത് BJP ആയതുകൊണ്ടാണ് അത് അശ്രദ്ധമായി അത് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ വന്നിട്ട് മഞ്ജുഷേ, കേരളത്തിൽ വന്നിട്ട് വികസനം പഠിപ്പിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ആരാണെങ്കിലും ശരി, എത്രത്തോളം ഈ ജനാധിപത്യ വിരുദ്ധമായ നിലയാണെന്ന് കേരളത്തിലെ BJPക്കാരടക്കം ചിന്തിക്കില്ലേ? ഈ കഴിഞ്ഞ ഒരു 10-65 വർഷം കൊണ്ട് കേരളം എത്രത്തോളം മുമ്പോട്ട് വന്നിട്ടുണ്ട്. 1956 നവംബർ 1 നമുക്ക് ഈ ഭാഷാടിസ്ഥാനത്തിൽ കേരളം സംസ്ഥാനമാവുന്നത്. അന്ന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളൊന്നായിരുന്നു കേരളം. 1972 കേരളത്തിൽ നിന്നുള്ള ഈ കേരളത്തിലേക്കുള്ള ഗൾഫ് റെമിറ്റൻസ് എന്ന് പറയുന്നത് 8,65,00,000 രൂപയായിരുന്നു 1972. അത് 2023 മാർച്ച് 31 ഏറ്റവും ഒടുവിലത്തെ കണക്ക് വരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും RBI ഒക്കെ നോക്കിയിട്ടാണുള്ളത് വരുന്ന കണക്ക്. ആ കണക്കിൽ പറയുന്നത് 1,10,000 കോടി രൂപയാണ് നമ്മൾ ഗൾഫ് റെമിറ്റൻസ് ആണ് കേട്ടോ. ആ കേരളം ഏതൊക്കെ നിലയിലാണ് വളരുന്നതെന്നുള്ളതിന് സമാനതകളില്ലാത്ത വളർച്ചയായി മാറുന്നതും ഈ കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങൾക്ക് പുറത്ത് ഇന്ത്യക്കും പുറത്തേക്ക് കേരളത്തിന്റെ ആ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പല തരത്തിൽ മാറുന്നതും അത് എല്ലാവരുടെയും കേരളം ഭരിച്ച എല്ലാ ഗവൺമെന്റുകളുടെയും ആകത്തുകയുള്ള സംഭാവനയാണ് എന്നത് പറയുമ്പോഴും കേരളത്തിന് ആകെ അവകാശപ്പെട്ടതാണുള്ളത്. അതിനെയാണ് ഞങ്ങളിതാ വികസിത കേരളം ഉണ്ടാക്കാനായി ബ്ലൂ പ്രിന്റ് കൊണ്ട് വരുന്നു എന്ന് BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പറയുന്നത്. നമ്മുടെ ചർച്ചയും അതായിരുന്നല്ലോ. പക്ഷെ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് എവിടൊക്കെയാണ് നമ്മൾ ചെന്ന് നിന്നത്? ഈ ഇന്ത്യയുടെ കുതിപ്പ്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒരേ ഒരു സംശയം പറഞ്ഞാൽ കാര്യമൊന്നുമില്ല, എന്റെ ഒരു സംശയം ഞാൻ അങ്ങോട്ട് വെക്കുകയാണ് മഞ്ജുഷ അടക്കം മുമ്പിലേക്ക്. ഇന്ത്യ ഈ 5ാം സ്ഥാനത്ത് വന്ന് 4ാം സ്ഥാനത്തായി, പിന്നെ 3ാം സ്ഥാനത്തായി എന്നൊക്കെ പറയുന്നതിനോടുള്ള ഒരു സംശയമാണ് കേട്ടോ. എന്റെ വിവരങ്ങളാണെന്നും വിചാരിച്ചോളൂ, തെറ്റാണെങ്കിൽ. ഈ നമ്മൾ അറിയപ്പെടുന്നത് എന്താ? ലോകത്ത് 3 തരം രാജ്യങ്ങളാണുള്ളത്. ഡെവലപ്ഡ്, ഈ ഡെവലപ്പിംഗ്, അണ്ടർ ഡെവലപ്ഡ്. 3 കാറ്റഗറിയാണല്ലോ ലോക രാഷ്ട്രങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നത് സാമ്പത്തിക അടിസ്ഥാനത്തിൽ.
ഒരുപാട് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വികസിത രാജ്യങ്ങൾ, വികസ്വര രാജ്യങ്ങൾ, അവികസിത രാജ്യങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുക. അപ്പൊ നമ്മൾ ഇന്ത്യ കണക്കാക്കപ്പെടുന്നത് ഡെവലപ്പിംഗ് വികസ്വര രാഷ്ട്രം എന്ന നിലയിലാണ്. ഒരു വികസ്വര രാഷ്ട്രമായ ഇന്ത്യ വികസിത രാഷ്ട്രങ്ങളെക്കാൾ മുമ്പിലെത്തി ലോക നിലവാരത്തിൽ ഇപ്പൊ 3-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ 4-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു കേവല യുക്തി അതാണ് പറയുന്നത്, സംശയം എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് ഇൻഡെക്സുകളുണ്ട്. പിന്നെ ഈ മനുഷ്യരുടെ വികസന സൂചികകൾ പോലെ തന്നെ രാജ്യങ്ങളുടെ വികസന സൂചികകളും പലതുണ്ട്. അതിലേതെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്താൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്രത്തോളം ഗോൾഡ് റിസർവ് രാജ്യത്തിന് അതൊരു മാനകമാണ്. അങ്ങനെയുള്ള മാനകങ്ങളുണ്ട്. അത് വെച്ച് മാത്രം പിന്നെ ഒരു റേഷ്യോ വരുമ്പോൾ, അതിനുള്ള റേറ്റിംഗ് വരുമ്പോൾ അത് വെച്ച് ഇതാ ഇന്ത്യ ഇത്രത്തോളം വന്നിരിക്കുന്നു എന്ന് നമ്മൾ പുറത്തുദ്ഘോഷിക്കാം. പക്ഷെ ആഭ്യന്തരമായി നമ്മൾ ചർച്ചയിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് സ്വയം മനസ്സിലാക്കണം. ഈ തീർച്ചയായിട്ടും 2014 2026 കാലയളവ് എടുക്കുമ്പോൾ ഒരുപാട് ഘടകങ്ങളിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഈ BJP ഭരണകാലത്ത് തന്നെ അതൊന്നും അംഗീകരിക്കുന്ന എനിക്ക് മടിയൊന്നുമില്ല. അത് കോൺഗ്രസിന്റെ കാലത്തും വന്നിട്ടുണ്ട്, ഇപ്പൊ BJPയുടെ കാലത്തും വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പിന്നോട്ടടികൾ ധാരാളമുണ്ട്. ഏതൊക്കെ മേഖലകളിലുണ്ട്. ഇപ്പൊ വളർന്ന ഏത് മേഖലയാണ് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ എടുത്തു പറയാവുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല നോർത്ത് ഈസ്റ്റ് ആണ്. നോർത്ത് ഈസ്റ്റ് 2014 മുമ്പും 2014 ശേഷവും എന്നൊരു ഡിവൈഡ് തന്നെ എന്ന് കൃത്യമായ വിഭജനം നമുക്ക് അവിടെ കാണാൻ കഴിയും. അത് പിന്നെ പല മാനദണ്ഡങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ ആ വിഭജനവും ആ ഒരു വികസനം നേരത്തെ പിന്നെ ഒട്ടും ഓഡിറ്റഡ് അല്ലായിരുന്നു. നോർത്ത് ഈസ്റ്റിന് കൊടുക്കുന്ന ഫണ്ടുകൾ എത്ര ഫണ്ട് വേണമെങ്കിൽ കൊടുക്കും, ഒരിക്കലും ഓഡിറ്റഡേ അല്ല. അതുകൊണ്ട് തന്നെ മലയാളികളടക്കം അന്യസംസ്ഥാനക്കാരായ പലരും ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ പോയി അതിസമ്പന്നരായി മാറി കേരളത്തിൽ തിരിച്ചു വന്ന് ഇപ്പോഴും ജീവിക്കുന്നത് നമുക്ക് പലരെ അറിയാമല്ലോ. അതൊക്കെ ഈ അൺഓഡിറ്റഡ് ആയതുകൊണ്ടാണ് പണം. പക്ഷേ ഇപ്പോൾ അത് ആ സ്ഥിതി മാറിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. അത് മോദി ചെയ്താലും നല്ലതാണെന്ന് നമ്മൾ അംഗീകരിക്കണ്ടേ. പക്ഷെ തിരിച്ചറിവുകൾ അതുപോലെ ഉണ്ട്. ഇപ്പോ TP ജയചന്ദ്രൻ മാസ്റ്ററൊക്കെ ചോദിച്ചു, ത്രിപുര നിങ്ങൾ തുടർച്ച നിൽക്കപ്പെട്ടില്ലേ? എന്റെ മാസ്റ്റർ 2018 കോൺഗ്രസിന്റെ വോട്ട് വിഹിതം 35% 2018 ഇലക്ഷൻ എത്ര ശതമാനമായി കുറഞ്ഞറിയാമോ? 2% കുറഞ്ഞു. 35%, 2% കുറയുന്ന ആ ഒരു വിസ്മയം തന്നെയാണല്ലോ. സതീശന്റെ ഭാഷ പറഞ്ഞ വിസ്മയം. എങ്ങനെയാണ് ത്രിപുരയിൽ ഉണ്ടായത്? അത് പറയാനുള്ള സമയമില്ല, അതിലേക്ക് പോകുന്നില്ല, വരുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള വിസ്മയങ്ങൾ ത്രിപുരയിലുള്ള കാര്യങ്ങൾ സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബംഗാളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്നത് മഞ്ജുഷ ഇവിടെയാണല്ലോ, കേരളത്തിലെ. എന്താണ് ഷാക്കിർ? എന്താണ് ഷാക്കിർ? അതെ, BJPയുടെ ശ്രീ ജയചന്ദ്രൻ നേരത്തെ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അദ്ദേഹത്തോട് വളരെ വിനീതമായി പറയാനുള്ളത്, BJPയുടെയും RSSന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സംസ്കാരമല്ല ഭരണാധികാരികൾക്കുള്ളത്. ഞാൻ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് അല്ലല്ല, ഞാനല്ല സംസാരിക്കുന്നത്. BJPയുടെ എന്നോടല്ലേ? പൂർത്തിയായിക്കോട്ടെ. അല്ലെ ഷാക്കിറെ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ശ്രീ M. ജയചന്ദ്രൻ പറഞ്ഞോളൂ. ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് BJP സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, താങ്കൾ ചോദിച്ച തെറ്റായ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്. അതുകൊണ്ടാണ്. അല്ല, അതെ, പിന്നെ അതുകൊണ്ട് തന്നെ മഞ്ജുഷ, എനിക്ക് പരത്തി പറയാനില്ല. ഈ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ, ഇന്നത്തെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ PM ഓഫീസറിൽ കൊടുക്കുന്നതായിരിക്കുമല്ലോ PM വായിക്കുന്നത്. അതിൽ പിന്നെ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞത് പരിപൂർണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ്. അതിന്റെ കണക്ക് തന്നെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ സംസ്ഥാനം 3,28,000 രൂപ കൊടുക്കുമ്പോൾ കേന്ദ്രം 72,000 രൂപയാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു വീടിന് 4 ലക്ഷം രൂപ പ്രകാരം. അത് ഈ PMIYയിൽ റൂറലിലാണ്. മറ്റേ 100% സ്റ്റേറ്റ് ഫണ്ട് മാത്രമുള്ള പദ്ധതികൾ വേറെ ഉണ്ട്. അപ്പൊ അത് പറയുന്നില്ല. ഈ മറ്റേ അതിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഈ കൊടുക്കുന്നത് 72,000 രൂപയാണ് കൊടുക്കുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് PMIYയിലെ എല്ലാം കൂടെ ചേർത്താണ്. അതിന് അർബനിലാണെങ്കിലോ ഒരു വീടിന് 4 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ സംസ്ഥാനം 2.5 ലക്ഷം രൂപയും കേന്ദ്രം 1.5 ലക്ഷം രൂപയും കൊടുക്കും. സംസ്ഥാനം 100% നിർമ്മിച്ച വീടുകളുണ്ട്, അത് 3.5 ലക്ഷത്തിന് മേലെ ഉണ്ട്. അത് 1 രൂപ പോലും കേന്ദ്രം കൊടുക്കുന്നില്ല.
പക്ഷേ പ്രധാനമന്ത്രി കേരളത്തിൽ എന്ന് പറയുമ്പോഴേക്ക് ഇത് PMAY മുഴുവൻ കൊടുത്തത് കേന്ദ്രത്തിന്റെ കേന്ദ്രമാണ്. പദ്ധതികൾ കേരളം വേണ്ടെന്ന് വെച്ചതുമുണ്ട്. PM ശ്രീ പോലെയുള്ള കേന്ദ്ര പദ്ധതികൾ വേണ്ടെന്ന് വെച്ചതുമുണ്ട്. അവിടെ പോയി വേണമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ട് പിന്നീട് വേണ്ട എന്ന് എഴുതി കൊടുത്ത പദ്ധതിയുണ്ട്. അതുകൊണ്ട് അതുകൂടെ ചേർത്ത് പറയണം. അങ്ങനല്ല. അങ്ങനെയാണ്. PM ശ്രീ എന്തുകൊണ്ടാണ് അതല്ല PM ശ്രീ എന്ന് പറയുന്നത് താങ്കൾക്കും അറിയുന്നതല്ലേ? കാരണം ഈ CSS സെൻട്രലി സ്പോൺസേഡ് സ്കീം അത് 60-40 ആണല്ലോ. ഈ 60-40 ചെലവഴിച്ചു കഴിഞ്ഞ കാശ് 40% സംസ്ഥാനം ചെലവഴിക്കും, 60% കേന്ദ്രം തരും എന്നാണ് വ്യവസ്ഥ. അതിൽ ചെലവഴിച്ചു കഴിഞ്ഞ കാശാണ് 1466 കോടി രൂപ. അത് തിരിച്ചു തരുന്ന കാര്യം SSKയുടെ ആണ്, SSKയുടെ ഫണ്ടാണ്. അല്ലല്ല, PM ശ്രീ പദ്ധതിയിലല്ല ഒപ്പിടാൻ പോയത് പണം കിട്ടുന്നതിന് വേണ്ടിയാണ്, ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. അത് അതല്ല, മുന്നണിയിൽ എതിർപ്പുണ്ടായത് കൊണ്ടാണ്. അതിനത് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കേണ്ട. അല്ലല്ല മഞ്ജുഷ, പോയത് ഈ PM ശ്രീയിൽ ഒപ്പിട്ടാലേ നിങ്ങൾക്ക് ഈ 1466 കോടി രൂപ തരൂ. അല്ല കെട്ടിവെക്കുന്നു അല്ലത്, അത് വസ്തുതാപരമാണ്. എത്ര ന്യായീകരിച്ചാലും PM ശ്രീ പദ്ധതിയിൽ ആഗ്രഹമുണ്ടായിരുന്നു പോയി മേടിക്കുക എന്നുള്ളത്. അത് നടന്നില്ല നിങ്ങളുടെ മുന്നണിയിലെ ശരി ശരി താങ്കൾ ഈ ന്യായീകരണത്തിന്റെ കാര്യം അതല്ല PM ശ്രീ പദ്ധതിയിൽ CPM-ഉം CPI-യും തമ്മിലുള്ള ആ പ്രശ്നം തന്നെയാണ് അത് അവസാനം ഒപ്പിട്ടതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം. അത് യാതൊരു സംശയമില്ല. എനിക്ക് സമയം തരുന്നില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ കഴിഞ്ഞു. എന്താണ് ഷാക്കിർ എന്തെങ്കിലും പറയാനുണ്ടോ? ഷാക്കിർ എന്താണ് മറുപടി പറയാനുള്ളത്? അതായത് ഒറ്റ കാര്യം, അതായത് ഒറ്റ മിനിറ്റ്, ശ്രീ BJPയുടെ ജയചന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നോട് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ നരേന്ദ്രമോദി സ്വീകരിക്കുന്നത്? ഞാൻ പറയാണ്, BJPയുടെ RSSന്റെ സംസ്കാരമല്ല അറബ് രാഷ്ട്രങ്ങൾക്കുള്ളത്. അബുദാബിയിൽ 25 ഏക്കർ ക്ഷേത്രത്തിന് കൊടുത്തിട്ടുള്ള ഇസ്ലാമിക ശരീഅത്ത് നിയമമായിട്ടുള്ള രാജ്യമാണ് UAE ഉൾപ്പെടെയുള്ളത്. അതിൽ എല്ലാ അറബ് രാജ്യങ്ങളും. എനിക്ക് എന്നാൽ ഇന്ത്യയിൽ മതത്തിന്റെ പേരാട്ടി ഓടിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പള്ളികൾ പൊളിക്കുന്നു. എന്നാൽ അപ്പുറത്ത് അങ്ങനെയല്ല, അത് അവരുടെ സംസ്കാരം. ഇവിടെ നിങ്ങളുടെ സംസ്കാരം കാണിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ. നിങ്ങൾ മനസ്സിലാക്കുക, രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി 100 വർഷമായി നിങ്ങൾ ശ്രമം നടത്തി. രാമക്ഷേത്രം നിർമ്മിച്ചു. ആ രാമക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഫൈസാബാദിൽ, അയോധ്യയിൽ 1 ലക്ഷത്തോളം വോട്ടിന് BJPയെ തോൽപ്പിച്ചു ജനങ്ങൾ തൂത്തറിഞ്ഞു. ഹിന്ദുമത വിശ്വാസികൾ ചർച്ചയിൽ പങ്കെടുത്തതിൽ ചോദ്യം ഇതായിരുന്നു, മോദിയുടെ വരവ് BJPക്ക് വോട്ടാകുമോ? വോട്ടാകുമെന്ന് 44% പ്രേക്ഷകർ, ഇല്ല എന്ന് 54%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.